നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിൽ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ഇടങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഈ ചാനലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിനവർ നിരത്തുന്ന കഥകളാകട്ടെ സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതും യാതൊരു തെളിവുകൾ നൽകുവാൻ കഴിയാത്തതും എന്നതാണ് ഏറ്റവും വിരോധാഭാസവും ഏറ്റവും സങ്കടകരം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ABC ചാനൽ. പ്രത്യേകിച്ചും അതിൻ്റെ അവതാരകനും അതിൻ്റെ ഓണറുമായ സുനിൽ വടയാർ എന്ന് പറയുന്ന വ്യക്തി, അതിൽ വന്നു പോകുന്ന TG മോഹൻദാസ് മുതലായ സംഘപരിവാര അനുകൂല വ്യക്തിത്വങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണുവാനിടയിൽ. അതിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ചാണ് ചർച്ച. ആ ചർച്ചയ്ക്കിടയിൽ TG മോഹൻദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമോ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമോ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ആ സംഭവം നടന്ന സമയത്തോ അതുമായി മമ്മൂട്ടി പറഞ്ഞതുമായി എവിടെയെങ്കിലും കേട്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കഥയാണ്. TG മോഹൻദാസ് പറയുകയാണ്, മമ്മൂട്ടിയെ ഒരു വിഭാഗം മുസ്ലിം മത പണ്ഡിതന്മാർ സന്ദർശിച്ചു എന്നിട്ട് മമ്മൂട്ടിയോട് പറഞ്ഞു, നിങ്ങൾ താടി വെക്കണം, തൊപ്പി ധരിക്കണം എന്നൊക്കെ. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറഞ്ഞതായിട്ടാണ് TG മോഹൻദാസ് പറഞ്ഞത്. ഇത് TG മോഹൻദാസിനോട് മമ്മൂട്ടി പറഞ്ഞതാണോ, ഇനി മമ്മൂട്ടി വേറെ ആരോടെങ്കിലും പറഞ്ഞ TG മോഹൻദാസ് അറിഞ്ഞതാണോ എന്നൊന്നും യാതൊരു തെളിവുമില്ല. TG മോഹൻദാസും സുനിൽ വടയാറും അങ്ങ് തട്ടിവിടുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ സിമ്പിളായിട്ട് ഈ സംസാരം, ഈ ABC ചാനലിലെ ഈ സംസാരം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത് പർപ്പസ്ഫുള്ളി കേരളത്തിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസം വേരൂന്നുവാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തുവാൻ TG മോഹൻദാസും സുനിൽ വടയാറും പടച്ചുവിടുന്ന കഥകളാണ് എന്നതാണ്. കാരണം നമ്മൾ മിക്കപ്പോഴും ഈ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഈ ആളുകൾക്ക് താടിയും തൊപ്പിയുമൊക്കെ നിർബന്ധിതമാക്കുന്ന താലിബാൻ നിയമങ്ങളെപ്പറ്റി പറയാറുണ്ടല്ലോ. അതുപോലെ കേരളത്തിലും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ തങ്ങളുടെ മതനിയമങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് ബോധപൂർവം വരുത്തുവാൻ ശ്രമിക്കുകയാണ്. മമ്മൂട്ടിയെ ചില മുസ്ലിം മതപണ്ഡിതന്മാർ സന്ദർശിച്ച് അദ്ദേഹത്തോട് താടിയും തൊപ്പിയും വെക്കുവാൻ പറഞ്ഞു എന്ന ഈ കഥയിലൂടെ TG മോഹൻദാസും സുനിൽ വടയാറും പടച്ചുവിടാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും സംഘടനകൾ എവിടെയെങ്കിലും പറഞ്ഞതായി യാതൊരു റിപ്പോർട്ടുമില്ല. നമുക്കറിയാവുന്ന പോലെ തബ്ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊക്കെ വീടുകളിൽ കയറി നിസ്കരിക്കാൻ പറയാറുണ്ട്, പള്ളിയിൽ പോകാൻ പറയാറുണ്ട്. അതിപ്പോൾ പെന്തക്കോസ്റ്റുകളും ക്രൈസ്തവ സമുദായത്തിനിടയിൽ പറയാറുണ്ട്. കാരണം സെമറ്റിക് മതങ്ങൾ കൂടുതൽ അവരുടെ ആളുകളെ ഇത്തരം മതകർമ്മങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട് ഉള്ളതുകൊണ്ട് ക്രൈസ്തവ മുസ്ലിം സമുദായത്തിലെ ചില സംഘടനകൾ എന്ന് വെച്ചാൽ ചില വിഭാഗങ്ങൾ ഇങ്ങനെ പള്ളികളിലും വീടുകളിലേക്ക് കയറി അവരുടെ അനുയായികളെ പ്രാർത്ഥനയിൽ മുഴുകാനൊക്കെ നിർബന്ധിക്കാറുണ്ട്. ഹിന്ദുമത അനുയായികൾ കൂടുതൽ സ്വതന്ത്ര വ്യവസ്ഥയിൽ വർദ്ധിക്കുന്നത് കൊണ്ട് അവരോട് സംഘടനകളൊന്നും ഇങ്ങനെ നിർബന്ധിക്കാറില്ല. അതിനപ്പുറം ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അവരുടെ അനുയായികളോട് അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസം പുലർത്തുന്നവരോട് നീ നിർബന്ധമായും താടിയും തൊപ്പിയും വെക്കുവാൻ പറയാറില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. അപ്പോൾ TG മോഹൻദാസും സുനിൽ വടയാറും എങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശമെന്ന് വെച്ചാൽ, മമ്മൂട്ടി എവിടെയെങ്കിലും പറയാത്ത അല്ലെങ്കിൽ മമ്മൂട്ടിയോടൊപ്പം ഈ സംഭവം നടന്നപ്പോൾ ഉണ്ടായിരുന്ന ആരെങ്കിലും എവിടെയെങ്കിലും പറയാത്ത ഇക്കാര്യം TG മോഹൻദാസും സുനിൽ വടയാറും എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യം ഉയരുന്നതിനോടൊപ്പം തന്നെ ഇത് പർപ്പസ്ഫുള്ളി കേരളത്തിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന ഒരു പൊതുധാരണ പരത്തുവാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇനി ഞാൻ ഈ ചാനലിലെ മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ABCയിൽ പ്രത്യേകിച്ചും ഇവർ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് മുസ്ലിം സ്ത്രീകളുടെ സ്വതന്ത്രമില്ലായ്മയാണ്. മിക്കപ്പോഴും ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽ പിറന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ടിക്ടോക്ക് താരങ്ങളോ ഒക്കെ മതം വിട്ട് പുറത്തുപോയ മിക്കപ്പോഴും അവർ ടിക്ടോക്കിൽ ചെയ്യുന്ന ചില വേഷങ്ങളുടെ പേരിൽ മതത്തിൻ്റെ അകത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മതം വിട്ട് പുറത്തു പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതം സ്വീകരിക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ ഈ ABC ചാനലൊക്കെ അവരെ വിശുദ്ധ ചാക്കുകെട്ട് ഉപേക്ഷിച്ച്, വിശുദ്ധ ചാക്കുകെട്ട് എന്നവർ ഉദ്ദേശിക്കുന്ന ഹിജാബാണ്, ചാക്കുകെട്ട് ഉദ്ദേശിച്ച് സ്വതന്ത്രത്തിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുപോയ പക്ഷികളായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. മിക്കപ്പോഴും അവർക്ക് ഹിജാബ് എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സിമ്പലാണ്. മിക്കപ്പോഴും ഈ ചാനലുകൾ വിശേഷിപ്പിക്കാറുള്ളത് മുസ്ലിം സ്ത്രീകളൊക്കെ അടുക്കളയിൽ കിടന്ന് നരകിക്കുന്നു എന്നാണ്. പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായി അടുക്കളയിൽ കിടന്ന് നരകിക്കുന്നു എന്നാണ് ഈ ചാനലുകൾ മിക്കപ്പോഴും മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷേ ഈ ചാനലിൻ്റെ ഓണർ ABCയുടെ സുനിൽ വടയാറിൻ്റെ ഒരു പ്രസംഗം ഈ അടുത്ത കാലത്ത് ഞാൻ കാണുവാനിടയായി. അത് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ഒരു സദസ്സിൽ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം
ശ്രദ്ധിക്കുമ്പോൾ ഈ പറയുന്നതിന് നേരെ വിപരീതമായാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹം കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിന് കാരണമായി. കാരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസറായിരുന്നു അത് അതിൽ അധ്യക്ഷം വഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ആ പ്രോഗ്രാമിൽ അവിചാരിതമായി പങ്കെടുക്കുന്നതിന് കാരണമായി. എന്നിട്ട് ഇതിൽ അധ്യക്ഷനായിരുന്ന IAS ഓഫീസറും അദ്ദേഹവും ഒന്നിച്ച് ആഹാരം കഴിക്കുവാനായി പുറത്തുപോയി. അപ്പോൾ ഈ IAS ഓഫീസർ സുനിൽ വടയാർ എന്ന് പറയുന്ന ABCയുടെ ഓണറോട് ചോദിച്ചു, നിങ്ങൾ ആ ഫംഗ്ഷൻ ശ്രദ്ധിച്ചിരുന്നു? അപ്പോൾ സുനിൽ വടയാർ പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നു. എന്താണ് കാര്യം? നിങ്ങൾ ശ്രദ്ധിച്ചു ആ ചാനലിൽ ആ ചർച്ചയിൽ അത് എന്ന് വെച്ചാൽ IAS ഓഫീസർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. അത് വെച്ചാൽ IAS ഓഫീസർ അവരെ ഭാവിയിലോട്ട് ട്രെയിൻ ചെയ്ത് IAS ഓഫീസേഴ്സ് ആക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ ശ്രദ്ധിച്ചോ എന്ന് ഈ IAS ഓഫീസർ സുനിൽ വടയാറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സുനിൽ വടയാർ പറഞ്ഞു, ശ്രദ്ധിച്ചു. എന്താണ് കാര്യം? അപ്പോൾ IAS ഓഫീസർ പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ, പെണ്ണുങ്ങൾ, സ്ത്രീകളെല്ലാവരും തട്ടമിട്ട ആളുകളായിരുന്നു. നോക്കണേ, സുനിൽ വടയാർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി പറയാറുള്ളത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളൊക്കെ പർദ്ദയ്ക്കുള്ളിൽ അടിമകളായി കഴിയുന്നു എന്നാണ്. എന്നിട്ട് ആ IAS ഓഫീസർ പറയുകയാണത്രേ, നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ മോഡി ഭരിച്ചാലും അമിത്ഷാ ഭരിച്ചാലും ഇനി യോഗി ഭരിച്ചാലും ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളായിരിക്കും. കാരണം തട്ടമിട്ട സ്ത്രീകളെയാണ് നിങ്ങളിപ്പോൾ IAS കോച്ചിങ് സെൻറ്ററിലും കാര്യങ്ങളിലുമൊക്കെ കാണുന്നത്. കാരണം അത് പർപ്പസ്ഫുള്ളി കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അങ്ങനെ അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് IAS ഓഫീസറായ ആൾ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ എൻ്റെ സമുദായത്തിലെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ യുവ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും ക്രൈസ്തവരായ സ്ത്രീകൾക്ക് ഇത്തരം പരിശീലനങ്ങൾ കൊടുത്ത് അവരെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ IAS മുതലായ പരീക്ഷകൾ പാസ്സാക്കുവാൻ ശ്രമിക്കണം എന്ന്. എന്നിട്ട് സുനിൽ വടയാറിനോട് പറഞ്ഞത്രേ, നിങ്ങളും സുകുമാരൻ നായരോടും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ പറയണം, മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനെ പർദ്ദയൊക്കെ ഇട്ട് IASൻ്റെ കോച്ചിങ് സെൻറ്ററുകൾ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനോടും അതുപോലെ സുകുമാരൻ നായരോടൊക്കെ പറയണം, നിങ്ങളും ഇത്തരം ഹൈന്ദവ സ്ത്രീകളെ IAS മുതലായ അഡ്മിനിസ്ട്രേഷൻ പരീക്ഷകൾ പാസ്സായി അവരെ ഭരണ നേതൃത്വത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഈ ക്രൈസ്തവനായ IAS ഓഫീസർ സുനിൽ വടയാറിനോട് പറഞ്ഞതായിട്ടാണ് സുനിൽ വടയാർ ആ പ്രസംഗത്തിൽ പറയുന്നത്. ആ പ്രസംഗം നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് എൻ്റെ വീഡിയോയിലിട്ടേക്കാം, നിങ്ങളത് കാണണം. കാരണം ഈ വീഡിയോയിൽ അത് എഡിറ്റ് ചെയ്തിട്ടാൽ ഒരുപക്ഷെ സ്ട്രൈക്ക് വരും, കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഒക്കെ വരുമെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കണം, ആ ABC ചാനലിൽ 24 മണിക്കൂറും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെയൊക്കെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്ന, അവരെ പർദ്ദയ്ക്കുള്ളിൽ, വിശുദ്ധ വസ്ത്രത്തിനുള്ളിൽ, പർദ്ദയ്ക്കുള്ളിൽ, ചാക്കുകെട്ടിനുള്ളിൽ അടിച്ചമർത്തുന്നു എന്ന് പറയുന്ന സുനിൽ വടയാർ തന്നെ പറയുന്നു, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ IAS മുതലായ അഡ്മിനിസ്ട്രേഷൻ പരീക്ഷകൾ പാസ്സായി അവർ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ, നേതാക്കന്മാരൊക്കെ അത് ശ്രദ്ധിക്കണം, ആ സമുദായത്തിലെ സ്ത്രീകളെയും കൂടി സാമൂഹികമായി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇതിലേതാണ് സുനിൽ വടയാർ ശരി? നിങ്ങൾ പറയുന്നത് പോലെ മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിൽ IASും IPSും പാസ്സായി മുന്നോട്ട് വരുന്നതാണോ, അതോ നിങ്ങൾ തന്നെ പറയുന്നത് പോലെ അവർ വിശുദ്ധ ചാക്കുകെട്ടിനുള്ളിൽ അസ്വതന്ത്രരായി കഴിയുന്നതാണോ? ഏതാണ് ശരി? അവസരത്തിനനുസരിച്ച് നിങ്ങൾ ഓരോ വീഡിയോകൾ ഇടുന്നു എന്നതാണ് വാസ്തവം, ശരിയല്ലേ? ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് ഇടുന്നതാണ്. നിങ്ങളതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മൾ ഇത്തരം സാമൂഹ വിഷവിദ്യകളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിൽ ചില സമുദായങ്ങളോട് വിഷം വമിക്കുന്നതിന് വേണ്ടി അവസരത്തിനൊത്ത് വീഡിയോകൾ ചെയ്യുന്ന ഇത്തരം ആളുകളെ കരുതിയിരിക്കണമെന്നാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.